ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻട്രേഡർ. ക്രിപ്റ്റോ മാർക്കറ്റിലും അതേപോലെ ഫോറക്സിലും എങ്ങനെ സക്സസ്ഫുൾ ആയി ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ. അതായത് BTC USD ബിറ്റ് കോയിൻ്റെ ചാർട്ട് ഉണ്ട്, അതേപോലെ ഇത്തീരിയം ഉണ്ട്, അതേപോലെ USD ഗോൾഡ്. അപ്പം ഞാൻ ഇതിൽ എങ്ങനെ ട്രേഡ് എടുക്കാം, അതായത് ഒരു ആക്യുറേറ്റ് ട്രേഡ് എങ്ങനെ കണ്ടുപിടിക്കാം, ഫേക്ക് അപ്പ് ഡൗൺസ് എങ്ങനെ തിരിച്ചറിയാം, പ്രോപ്പർ ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് അതായത് ആക്യുറേറ്റ് അതായത് സ്ട്രോങ് ബ്രേക്ക് ഔട്ട് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഫോറക്സിൽ എപ്പോഴും കൺഫ്യൂസിംഗ് ആണ് മാർക്കറ്റിൻ്റെ അപ്പ് ഡൗൺസ്, അതായത് ഫേക്ക് ആയിട്ട് പോകുന്ന അപ്പ് ഡൗൺസിൽ തിരിച്ചറിയാൻ പറ്റാതെ നമ്മൾ എവിടെയെങ്കിലും ട്രേഡ് എടുത്ത് വെച്ച് നമുക്ക് ഒരുപാട് ലോസ് ഉണ്ടാകുന്ന, അതായിട്ട് നമുക്ക് ഫേക്ക് ആയിട്ട് ട്രേഡ് എടുത്ത് നമുക്ക് ഒരുപാട് ലോസ് ഉണ്ട്. എന്നാൽ ആക്യുറേറ്റ് ട്രേഡ് പോകുമ്പോൾ സ്ട്രോങ് ബ്രേക്ക് ഔട്ട് തിരിച്ചറിയാൻ പറ്റാതെ ആ ട്രേഡ് മിസ്സാകുന്നതാണ് നമുക്ക് ആക്ച്വലി ഉണ്ടാകാറ്. അപ്പം ഇന്നത്തെ ഫോറക്സിലും അതേപോലെ ക്രിപ്റ്റോയിലും ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഏത് ടൈം ഫ്രെയിം വെക്കണം, ഏതാണ് ആക്യുറേറ്റ്, ഏത് ടൈം ഫ്രെയിം കുറച്ചുകൂടെ ആക്യുറേറ്റ് ട്രേഡ് കിട്ടുക എന്നുള്ളതാണ്. അതിൽ ഇന്നത്തെ ഗോൾഡിൻ്റെ മൊമെൻറ്റ് നോക്കിയാൽ ഇന്ന് വലിയൊരു മൊമെൻറ്റ് മോർണിംഗിൽ ഉണ്ടായിരുന്നില്ല, കുറച്ച് മുമ്പാണ്. അതായത് മാർക്കറ്റ് ഒരു 3 ശേഷമാണ് സ്ട്രോങ് ബ്രേക്ക് ഔട്ട് പോയത്. ഇപ്പം നല്ല രീതിയിൽ മാർക്കറ്റ് കയറി പോകുന്നുണ്ട്. ഇപ്പോൾ ബൈ തന്നെ അപ്രോക്സിമേറ്റ് ഒരു 4-5 പോയിന്റോളം പ്രോഫിറ്റിലും കിട്ടി നിൽക്കുകയാണ്. എന്നാൽ മോർണിംഗിൽ ഒരു അപ്ട്രെൻഡ് ഉണ്ടായെങ്കിലും സ്ട്രോങ് ആയിരുന്നില്ല. നമുക്ക് മാർക്കറ്റ് ചെറുതായിട്ട് സൈഡ് വേസ് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അതായത് നമ്മൾ അവിടെ ട്രേഡ് എടുത്തിരുന്നെങ്കിലും മാർക്കറ്റ് നല്ലൊരു ഫ്ലക്ച്വേഷൻ താഴേക്ക് ഡൗൺ സൈഡിലേക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ചു കയറി. അപ്പോൾ ഇപ്പോഴാണ് സ്ട്രോങ് ബ്രേക്ക് ഔട്ട് ഇപ്പോഴാണ് പോയത്. 30 മിനിറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ആക്യുറേറ്റ്. അതേപോലെ തന്നെ നമ്മുടെ USD നോക്കുകയാണെങ്കിൽ USD ഇപ്പം നമുക്ക് മോർണിംഗിൽ ഒരു സൈഡ് വേസ് ആയിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ലൊരു ഡൗൺ സൈഡ് മോർണിംഗിൽ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് പിന്നെയും രാവിലെ സൈഡ് വേസ് ആണ്. അപ്രോക്സിമേറ്റ് 7 വന്നേക്ക് സിഗ്നൽ കൺഫേം ആയിരുന്നു ബ്രേക്ക് ഔട്ട് കുറച്ച് മുമ്പാണ്, ഉച്ചയ്ക്ക് ശേഷമാണ് പോയത്. അവിടെ നല്ലൊരു റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ച് ഇപ്പോൾ റീഎൻട്രി തന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് ക്രിപ്റ്റോ നോക്കുകയാണെങ്കിൽ ക്രിപ്റ്റോയിൽ പക്ഷേ മോർണിംഗിൽ എഥീരിയത്തിലും ക്രിപ്റ്റോയിലും നല്ലൊരു, അതായത് ബിറ്റ് കോയിനിൽ നല്ലൊരു ട്രേഡ് ഉണ്ടായിരുന്നു മോർണിംഗിൽ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബൈ തന്നെയാണ്. പിന്നെ രാവിലെ അതേപോലെ ബൈസിക്കിൾ തന്നു, മോർണിംഗിൽ തന്നെ തന്നിട്ടുണ്ട്. അത് 3 ടാർഗറ്റും അടിച്ച് ഇപ്പം കറൻ്റ്ലി സൈഡ് വേസ് ആണ്. അതുകൊണ്ടാണ് അവിടെ കളർ ചേഞ്ച് കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാം എങ്ങനെയാണെന്ന് കാണിച്ചത്. ഇപ്പോൾ ബിറ്റ് കോയിൻ്റെ BTCയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ അപ്പം ഇതിനകത്ത് നമുക്ക് ഇപ്പം രാവിലെ തന്ന ഗ്രീൻ കളർ അപ്പാരമാണ് ഇവിടെ തന്നിരിക്കുന്നത്. മേളിൽ ടൈം കൊടുത്തിട്ടുണ്ട്, എൻട്രി പോയിന്റ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ടാർഗറ്റുകൾ താഴെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ സിഗ്നൽസ് വരുമ്പോൾ അതായത് കൺഫർമേഷൻ ചെക്ക് ചെയ്യണം. ക്യാൻഡിൽ കളർ നോക്കണം, താഴത്തെ കൺഫർമേഷൻ ബാർ നോക്കണം. ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ മാത്രം ട്രേഡ് എടുത്ത് വെച്ചാൽ മതി. ഇവിടെ കൺഫേം ഓൾറെഡി ഉണ്ടായിരുന്നു, കാരണം നേരത്തെ ബൈ ട്രേഡ് ഉണ്ടായിരുന്നു. സെൽ അവിടെ തന്നിട്ടില്ല. സെൽ ഉണ്ടെങ്കിലും നമുക്ക് തലേദിവസം സെല്ല് തന്നെങ്കിൽ നമുക്ക് ആക്ച്വലി കൺഫേം ആയിട്ടില്ല, താഴെ മാറിയില്ല. ഇവിടെ ഗ്രീൻ കളർ വന്നതിന് ശേഷം താഴെ മേളിൽ ഒന്നിച്ച് കൺഫേം ആയിട്ടുണ്ട്. അവിടുന്ന് മാർക്കറ്റ് നേരെ കയറി നല്ലൊരു അറ്റൻഡ് 3 ടാർഗറ്റ് അടിച്ചു. കുറച്ച് നേരമായിട്ട് ഇത് അപ്പ് സൈഡ് വേസ് തന്നെയാണ്, അതായത് ഡൗൺ സൈഡിലേക്ക് ഇറങ്ങിയിട്ടില്ല. മാർക്കറ്റ് എക്സ്ട്രാ കളർ കാണിച്ച് അവിടെ നിൽക്കുകയാണ്. അവിടെ ഡൗൺ സൈഡ് ഇല്ല, നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്കൊരു ഡൗൺ ചാൻസ് ഡൗൺ സിഗ്നലോ കൺഫേമോ ആയിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ട്രേഡ് എടുക്കരുത് എന്നവിടെ പറയുന്നുണ്ട്. അതേപോലെ നമുക്ക് ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഗോൾഡിൽ 30 മിനിറ്റ്സിൽ നമുക്ക് ഇപ്പോഴാണ് ബൈ ട്രേഡ്, അതായത് 3:30 ശേഷമാണ് ബൈ ട്രേഡ് പോയത്. അവിടുന്ന് സിഗ്നൽ ഓൾറെഡി കൺഫേം ആയിരുന്നു, താഴെ മേളിൽ ഓക്കെ ആയിട്ടുണ്ട്, അവിടെ നേരെ കയറിയിട്ടുണ്ട്. പക്ഷെ 15 മിനിറ്റ് നോക്കുകയാണെങ്കിൽ 15 മിനിറ്റിൽ അവിടെ നേരത്തെ ഒരു ഡൗൺ അപ്പ് സൈഡ് ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. പക്ഷേ അവിടുന്ന് മോർണിംഗിൽ തന്ന അപ്പ് സൈഡ് 7:45 തന്നാണ്. പക്ഷേ ഭയങ്കര ഫ്ലക്ച്വേഷൻ ഉണ്ടായിരുന്നു. മാർക്കറ്റിൽ ബൈ കയറിയിട്ടുണ്ട്, പക്ഷെ നല്ലൊരു ഫ്ലക്ച്വേഷൻ, ഇടയ്ക്ക് മാർക്കറ്റ് കയറുക പിന്നെ താഴേക്ക് ഇറങ്ങാൻ നോക്കുക. അപ്പം നമുക്ക് നല്ലൊരു പക്ഷേ സ്ട്രോങ് ബ്രേക്ക് ഔട്ട് പോയത് ഇവിടെ നിന്നാണ്. അവിടുന്ന് അപ്രോക്സിമേറ്റ് 680 നമ്മൾ കയറിയിട്ടുണ്ട്. അവിടുന്ന് ഇപ്പോൾ 83 നിൽക്കുന്നത്, പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ഫസ്റ്റ് ടാർഗറ്റ് അടിച്ച് 13 പോയിന്റോളം റിട്ടേണിൽ നിൽക്കുകയാണ്. പക്ഷേ എന്നാലും രാവിലെ ഫ്ലക്ച്വേഷൻ ഉണ്ട്. അപ്പം നമുക്ക് 15-ഉം 30-ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ആക്യുറേറ്റ് ട്രേഡ് പോകുന്നത് തിരിച്ചറിയാൻ വലിയ പ്രയാസമില്ല. നല്ല രീതിയിൽ റിട്ടേൺ എടുക്കാം. അഥവാ നമുക്ക് റിവേഴ്സ് പോലെ പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാനുള്ള ലെവൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഈസി ആയിട്ട്. അതേപോലെ തന്നെ എഥീരിയത്തിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം തുടങ്ങി ബൈസ് കണ്ടിന്യൂഷൻ ആണ്, പുതിയൊരു സിഗ്നൽ തന്നിട്ടില്ല. എഥീരിയത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാർക്കറ്റ് രാവിലെ ബൈ കണ്ടിന്യൂഷൻ ആയിട്ട് റെസിസ്റ്റൻസിനെ എടുത്ത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാം. അവിടെ റീഎൻട്രി തരും. നല്ല രീതിയിൽ കയറിപ്പോയി, 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്തും കഴിഞ്ഞിട്ടും കയറിപ്പോയിട്ടുണ്ട്. ഇപ്പം നോക്കുകയാണെങ്കിൽ റീഎൻട്രി നമുക്ക് കണ്ടിന്യൂഷൻ മാർക്കറ്റ് വരുമ്പോൾ റീഎൻട്രിയാണ് ഇവിടെ തരുന്നത്. പുതിയ എൻട്രി തരുന്നതിന് പറഞ്ഞാൽ റീഎൻട്രി സെഷനായിട്ട് ഇവിടെ കാണിച്ചു തരും. ഇപ്പം കറണ്ടിൽ നോക്കുകയാണെങ്കിൽ സൈഡ് വേസ് ആണ്. നമുക്ക് ഇവിടെ ട്രെൻഡ് മാറുന്നതായിട്ട് സൈഡിൽ ട്രെൻഡ് മാറിയിട്ടുണ്ട്, കളർ ചേഞ്ചും തന്നിട്ടുണ്ട്. അതേപോലെ USD നമുക്ക് മോർണിംഗ് തൊട്ട് സൈഡ് വേസ് ആയതുകൊണ്ടാണ് അവിടെ കളർ ചേഞ്ച് വന്നിരുന്നത്. ഇപ്പം മാർക്കറ്റ് സപ്പോർട്ട് ബ്രേക്ക് നല്ലപോലെ ഡൗണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ഡൗണിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം. പക്ഷേ
ട്രെൻഡ് ഇവിടെ എന്തെങ്കിലും ചേഞ്ച് ആകണം, ഇവിടെ 1 മിനിറ്റിലും 5 മിനിറ്റ്സിലൊക്കെ ചേഞ്ച് ആവും. ഓക്കെ, ഇപ്പോൾ കൂടുതൽ ഡൗട്ട്സ് നിങ്ങൾക്ക് ഒരു ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും. എങ്ങനെയാണ് ആക്യുറേറ്റ് ആയിട്ട് ട്രേഡ് എടുക്കേണ്ടത്, സൈഡ് വേസ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, പ്രോപ്പർ ബ്രേക്ക്ഔട്ട്. അപ്പോൾ ടൈം ഫ്രെയിം കറക്റ്റ് ടൈം ഫ്രെയിം മാത്രം വയ്ക്കുക. 1, 5, 15 ഈ 3 ടൈം ഫ്രെയിംസും ഷോർട്ട് ട്രേഡ്, അതായത് സ്കാൽപ്പിംഗ് ട്രേഡുകളാണ്. അവിടെ നമ്മുടെ സൈഡ് വേസിൽ ഒരുപാട് അപ് ഡൗൺസ് ഉണ്ടാകും, പക്ഷേ കൺഫ്യൂസിംഗ് ആണ്. 30 കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണ്. പക്ഷേ നമുക്ക് സ്കാൽപ്പിംഗ് എടുക്കുന്നവർക്ക്, അതായത് 30 മിനിറ്റ്സ് സ്കാൽപ്പിംഗ് എടുക്കുന്നവർക്ക് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ പ്രോപ്പർ ബ്രേക്ക്ഔട്ട് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇപ്പോൾ ഇന്നലെയൊക്കെ യൂസ് ചെയ്യപ്പോൾ മോർണിംഗിൽ തന്നെ ഡൗൺ അടിച്ചു, നല്ല റിട്ടേൺ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ നോക്കുകയാണെങ്കിൽ സൈഡ് വേസ് ആണ്. അവിടെ 5 മിനിറ്റ്സ് നോക്കുമ്പോൾ നമുക്കൊരു അപ് ട്രെൻഡ് തരും, പക്ഷേ അത് സ്ട്രോങ് ആയിട്ട് കയറാതെ തന്നെ നമുക്ക് പ്രോഫിറ്റ് തരില്ല. അവിടെ റിവേഴ്സ് പോകാൻ ചാൻസ് കൂടുതൽ ഒരുപാടാണ്. അപ്പോൾ 30 കൂടെ കമ്പയർ ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആക്യുറേറ്റ് ട്രേഡ് കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടാവില്ല. ഓക്കെ, താങ്ക് യു.